ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വലിയ നോയമ്പ് കാലത്തെ ഏറ്റവും സവിശേഷമായ ഒരു ദിനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദുഃഖവെള്ളിയാഴ്ചയുടെ വേദനയ്ക്കും ഉയിർപ്പ് ഞായറാഴ്ചയുടെ പ്രത്യാശാപൂർവമായ ആഘോഷത്തിനുമിടയിൽ നിൽക്കുന്ന ദുഃഖശനിയാഴ്ച. ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന ഒരു ദിവസം. കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിന് ശേഷം കല്ലറയിൽ ശയിക്കുന്ന ദിവസമാണിത്. ഒരു വലിയ പോരാട്ടത്തിന് ശേഷമുള്ള ശാന്തതയാണിത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി താൻ ചെയ്യേണ്ടതെല്ലാം പൂർത്തിയാക്കി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് വിശ്രമിക്കുന്ന സമയം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നിശബ്ദതകൾ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്ത, ദൈവം നമ്മെ മറന്നുപോയോ എന്ന് തോന്നിപ്പിക്കുന്ന ശൂന്യമായ നിമിഷങ്ങൾ. എന്നാൽ ഓർക്കുക, ദുഃഖശനിയാഴ്ചയിലെ നിശബ്ദത ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളമല്ല, മറിച്ച് ഒരു വലിയ മാറ്റത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാത്തിരിപ്പാണ്. പ്രതീക്ഷയുടെ കാത്തിരിപ്പ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഭയത്തിൻ്റെയും നിരാശയുടെയും ദിവസമായിരുന്നു. തങ്ങളുടെ ഗുരു കൊല്ലപ്പെട്ടു, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവർ വാതിലുകൾ അടച്ചിരുന്നു. എന്നാൽ ആത്മീയമായി ചിന്തിച്ചാൽ ഇത് പ്രത്യാശയുടെ ദിനമാണ്. വിത്ത് മണ്ണിൽ വീണഴുകുന്നത് അതില്ലാതാകാനല്ല, മറിച്ച് പുതിയ ജീവനായി മുളച്ച് പൊങ്ങാനാണ്. അതുപോലെ കല്ലറയ്ക്കുള്ളിലെ ആ നിശബ്ദത ഉയിർപ്പിൻ്റെ വലിയ ശബ്ദത്തിലേക്കുള്ള ഒരു ചെറിയ ഇടവേള മാത്രമാണ്. പാതാളത്തിലേക്കുള്ള ഇറങ്ങിച്ചെല്ലൽ. പരിശുദ്ധ സഭാ പാരമ്പര്യമനുസരിച്ച് ദുഃഖശനിയാഴ്ച ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ബന്ധനസ്ഥരായിരുന്ന നീതിമാന്മാരുടെ ആത്മാക്കളെ മോചിപ്പിച്ച ദിവസമാണ്. അതായത് മരണം പോലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മുക്തമല്ല. ഇരുളടഞ്ഞ ഇടങ്ങളിലും വെളിച്ചമെത്തിക്കാൻ അവന് കഴിയുമെന്നാണ് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചകളിൽ നിൽക്കുമ്പോഴും നാം ഒറ്റയ്ക്കല്ല എന്ന് ഈ സത്യം നമ്മോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ദുഃഖശനിയാഴ്ച എന്ത് സന്ദേശമാണ് നമ്മൾക്ക് നൽകുന്നത്? ക്ഷമയോടെയുള്ളൊരു കാത്തിരിപ്പ്. ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും അവൻ നമുക്കായി വഴികൾ ഒരുക്കുന്നുണ്ടാവും. വിശ്വാസത്തിൻ്റെ ബോധ്യം. കല്ലറയുടെ കല്ല് മാറ്റപ്പെടും എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ പരിവർത്തനം. പഴയ മനുഷ്യനെ കല്ലറയിൽ ഉപേക്ഷിക്കാനും ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നാളെ നാം ഉയിർപ്പിൻ്റെ സന്തോഷം ആഘോഷിക്കും. പക്ഷേ ആ സന്തോഷത്തിന് പൂർണ്ണതയുണ്ടാവണമെങ്കിൽ ഈ നിശബ്ദതയുടെ ദിവസത്തെ നാം ആഴത്തിൽ ഉൾക്കൊള്ളണം. മരണത്തിന് അവസാന വാക്കാകാൻ കഴിയുകയില്ല എന്നും എല്ലാ കല്ലറകൾക്കും അപ്പുറത്ത് ഒരു പുലരിയുണ്ടെന്നും പ്രത്യാശയോടെ നാം ഓർക്കുക. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദുഃഖശനിയാഴ്ചയും ഈസ്റ്ററിൻ്റെ മംഗളങ്ങളും നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.